പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടെ നന്ദി. എൻ്റെ മകൾക്ക് കിട്ടിയൊരു അനുഗ്രഹത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് ഓൺലൈൻ ഉടമ്പടി വഴിയാണ് ഈ അനുഗ്രഹം കിട്ടിയത്. ഞാൻ 2024 ജൂലൈ 7 ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞ് ഓഗസ്റ്റ് 14 ഞാൻ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. 2021 ഏപ്രിൽ 28 എൻ്റെ മോളുണ്ടായത്. ഇവളുടെ പേര് ഇസബൽ മരിയ ജോപ്പോൾ. ഇവൾക്ക് 11 മാസം പ്രായമുള്ളപ്പോൾ ഒരു പനി വന്നു. 5 to 6 days കണ്ടിന്യൂസ് ടെമ്പറേച്ചറായിരുന്നു, കുറയുന്നില്ലായിരുന്നു. ഡോക്ടറെ കാണിച്ചു, മെഡിസിൻ കൊടുത്തു. പനി കുറയാതെ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്തിട്ട് വേറെ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ രാജഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും ഒക്കെ ചെയ്തു. യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ യൂറിൻ ടെസ്റ്റിൽ UTI ആയിരുന്നു. 1 year ആവാത്ത ഒരു കൊച്ചിന് UTI വരണമെങ്കിൽ അത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ MCU എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്തു. MCU ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊച്ചിന് റൈറ്റ് ഡ്യൂപ്ലസ് സിസ്റ്റം കിഡ്നി വിത്ത് റിഫ്ലക്സ് യൂറിനായിരുന്നു. എന്ന് പറഞ്ഞാൽ കൊച്ചിൻ്റെ റൈറ്റ് കിഡ്നി 2 ആയിരുന്നു. പിന്നെ 2 ട്യൂബിൽ നിന്നും റിഫ്ലക്സും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൊച്ചിന് അപ്പോൾ കൊച്ച് എപ്പോഴും യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരിക്കും. യൂറിൻ പാസ് ചെയ്യുമ്പോൾ കുറച്ച് യൂറിൻ പോവില്ല, അത് തിരിച്ച് ബ്ലാഡറിലേക്ക് തന്നെ പോവും. അങ്ങനെയാണ് കൊച്ചിന് UTI വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഡോക്ടർ ഈ റിപ്പോർട്ട് ആദ്യം കണ്ടപ്പോൾ തന്നെ സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞത്. സർജറി ചെയ്യണം, പിന്നെ 1 year കണ്ടിന്യൂസ് ആൻറ്റിബയോട്ടിക് കൊടുത്തുകൊണ്ടിരിക്കണം. അതിനിടയ്ക്ക് കുറേ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യണം. MRI, യൂറോഗ്രാം, DSMA, സിസ്റ്റോസ്കോപ്പി, USG, അങ്ങനെ പല ടെസ്റ്റുകളും ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടു. 1 മാസം കഴിഞ്ഞ് ആദ്യം MRI, യൂറോഗ്രാം ചെയ്തു. ഇതൊന്നും ചെയ്തപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി ഒന്നും ഇല്ലായിരുന്നു. മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോഴും ഇവളെ ഓരോ ടെസ്റ്റിന് കയറ്റുമ്പോഴും ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു, കർണക്കൊന്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. ഓരോ ടെസ്റ്റിലും യാതൊരു കുഴപ്പമില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. MRI, യൂറോഗ്രാമിൽ കുഴപ്പമില്ല. DSMA എന്ന് പറഞ്ഞാൽ കിഡ്നിയുടെ ഫങ്ഷൻ അറിയുന്നതാണ്. ഓരോ കിഡ്നി 50% ഫങ്ഷൻ വേണം നോർമലായിട്ട്. അതിൽ 45% താഴെയാണെങ്കിൽ മസ്റ്റായിട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവൾക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 100% വർക്കിംഗ് ആയിരുന്നു ഇവളുടെ കിഡ്നി. യാതൊരു കുഴപ്പമുണ്ടായില്ല. അതിനുശേഷം 1 year കണ്ടിന്യൂസ് ആൻറ്റിബയോട്ടിക് കൊടുക്കണം. പിന്നെ 6 months സ്കാനിങ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെന്നും പറഞ്ഞു. 1 year ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് 6 months ഞാൻ ആൻറ്റിബയോട്ടിക് കൊടുത്തു. അതിനുശേഷം ആ ടൈമിൽ എൻ്റെ മമ്മി ഉടമ്പടി എടുത്തു. അപ്പോൾ എൻ്റെ മമ്മി ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് അതിൻ്റെ ഉടമ്പടി വസ്തുക്കളെല്ലാം തന്നായിരുന്നു. അപ്പോൾ ഞാൻ ഇവൾക്ക് അതെല്ലാം ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവൾക്ക് രാത്രിയിലാണ് ഈ ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടത്. ഞാൻ ഈ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന കാര്യം മിക്കവാറും വിട്ടുപോകും, കൊടുക്കില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്കായി കൊടുക്കൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇനി കൊടുക്കുന്നില്ല, ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നില്ല, ഉടമ്പടി വസ്തുക്കൾ മാത്രം ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു 4 months ഉടമ്പടി വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് 6 months കഴിഞ്ഞ് സ്കാൻ ചെയ്തുകൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു ഞാൻ മരുന്ന് ഒരു 4 months ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ ചോദിച്ചു അതെന്താ അങ്ങനെ ചെയ്ത മെഡിസിൻ. ഡോക്ടർ വഴക്ക് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു നിങ്ങൾ കൊച്ചിന് വേറെ ഇൻഫെക്ഷനൊന്നും വന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, കൊച്ചിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഡോക്ടർ പറഞ്ഞു ഇനി മരുന്ന് കണ്ടിന്യൂ ചെയ്യേണ്ട, എന്നാൽ അങ്ങനെ തന്നെ പോട്ടെ, നമുക്ക് 6 മാസം കഴിയുമ്പോൾ ഒന്നും കൂടി നോക്കാം, ഇതിനിടയ്ക്ക് UTI വരുവാണെങ്കിൽ നമുക്ക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ 2024 ജൂലൈ 7 ഓൺലൈൻ ഉടമ്പടി എടുത്തു. പക്ഷേ ഇതൊക്കെ ഈ അനുഗ്രഹങ്ങൾ കിട്ടിയെങ്കിൽ ഞാൻ ഇതുവരെ കൊച്ചിനെ കൊണ്ടോ ഇവിടെ കൃപാസനത്തിലൊന്നും വന്നിട്ടുണ്ടായില്ല. അപ്പോൾ ജൂലൈ 7 ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ജൂലൈ 27 ഞാൻ കൊച്ചിനെയും കൊണ്ട് ഇവിടെ വന്നു. കൊച്ചിനെയും കൊണ്ട് ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയി. ഉടമ്പടി ഒന്നും എടുത്തില്ല. തിരിച്ച് ചെന്ന് വീട്ടിൽ ചെന്നപ്പോഴേക്കും ഇവൾ പിന്നെയും കണ്ടിന്യൂസ് യൂറിൻ പാസ് ചെയ്യുന്നു. അറിയാതെ യൂറിൻ പോവാണ് കൊച്ചിന്. 5-6 ടൈമിൽ ഇങ്ങനെ നിപ്പിൽ TV കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നിപ്പിൽ യൂറിൻ പോകുന്നു, രാത്രിയിലെ ബെഡ് വെറ്റ് ആവുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ സ്കാനിങ്ങിൻ്റെ ഡേറ്റ് നോക്കിയപ്പോൾ പിന്നെ 6 months ആയി സ്കാൻ ചെയ്യാനായിട്ട്. സ്കാനിങ്ങിൻ്റെ സമയമായി. ഞാൻ പിറ്റേ ദിവസം തന്നെ വിളിച്ച് ബുക്ക് ചെയ്തു. സ്കാനിങ്ങിനായിട്ട് പോയി. പിറ്റേ ദിവസം സ്കാൻ ചെയ്ത് ഇവളെ സ്കാനിങ്ങിന് കയറ്റുമ്പോൾ ഞാൻ പുറത്തു നിന്ന് ജപമാല ചെല്ലും, കരുണക്കൊന്ത് ചെല്ലും, അങ്ങനെ ഫുൾ ടൈം പ്രെയർ ആയിരുന്നു. പോകുന്ന വഴിയിൽ ഞങ്ങൾ ഓട്ടോയിലാണ് പോയത്. പോകുന്ന വഴിയിൽ വണ്ടിയിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ സ്കാനിങ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് റിപ്പോർട്ടുമായിട്ട് ഡോക്ടറെ കാണാൻ നിന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു
ഇനി ഇതിൻ്റെ പേരിൽ ഈ ഡോക്ടർ റിപ്പോർട്ട് കണ്ടു കഴിയുമ്പോൾ ഇനി ഇതിൻ്റെ പേരിൽ എനിക്ക് ഇവളെ ഇങ്ങോട്ട് ഇതിൻ്റെ പേരിൽ ഇങ്ങോട്ട് വരണ്ടാന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ ഞാൻ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തേക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറെ കാണാൻ കയറി. ഡോക്ടർ ഞാൻ എന്ത് അവിടെ നിന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇനി ഇതിൻ്റെ പേരിൽ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ നമുക്ക് 1 ഇയർ കൂടുമ്പോൾ ഒരു സ്കാൻ എടുത്ത് നോക്കാം, അല്ലാതെ കൊച്ചിന് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഈ എത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി. അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 14 ഞാൻ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. കാരുണ്യപ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോകുമായിരുന്നു. ഓൾഡ് ഏജ് ഹോമിൽ പോയി അവിടെയുള്ള അമ്മച്ചിമാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നെ വർഷത്തിൽ 2 തവണ അവിടെ ഫുഡ് കൊടുക്കുമായിരുന്നു, പത്രം കൊടുക്കുമായിരുന്നു. അത് ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ ആയിരുന്നു പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ വിശുദ്ധ കുർബാന ഒരിക്കലും മുടക്കാറില്ലായിരുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോവും. ജപമാല ഒരു ദിവസം കുറഞ്ഞത് ഒരു 3 ജപമാല എങ്കിലും ചെല്ലുമായിരുന്നു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, വിശുദ്ധ കുർബാന സ്വീകരിക്കും, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. ജെറമയ 30:17 തിരുവചനമാണ്. തൻ്റെ ജനത്തിൻ്റെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ബിനി മാത്യു എന്ന മകൾ സ്വന്തം മകളുടെ ആരോഗ്യ പ്രശ്നവുമായിട്ടാണ് ഈശോയുടെ അമ്മയുടെ അടുത്തെത്തുന്നത്. പല പ്രാവശ്യം വന്ന് പ്രാർത്ഥിച്ചു. ആരോഗ്യ പ്രശ്നം ഓരോ കാര്യങ്ങളായി നിരത്തി ഈശോയുടെ അമ്മയുടെ അടുക്കൽ വന്ന് പറഞ്ഞു. ഈ മകൾ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചു. സ്കാൻ ചെയ്താൽ പോയപ്പോൾ തന്നെ ഫൈനലായിട്ട് പോയപ്പോഴാണ് മാതാവിനോട് പറഞ്ഞത്, ഇനിയും ഇവിടെ വരുവാൻ ഇടവരുത്തതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ മകൾ പോയത്. അന്ന് അതുപോലെ തന്നെ ഈ മകൾ പറഞ്ഞത്, ഡോക്ടർ അങ്ങനെ ഒരു ഉത്തരം പറയുകയാണെങ്കിൽ ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുമെന്നാണ്. മോൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അങ്ങനെ ഒരു ഉത്തരമാണ് ഡോക്ടർ നൽകിയത്. അതിന് പ്രകാരമാണ് ഇന്ന് ഈ മകൾ മാതാവിൻ്റെ സന്നിധിയിൽ നന്ദി പറയുവാനായിട്ട് തൻ്റെ മകളുമായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കൾക്കും, ഇവിടെ വന്നു ചേരുന്ന കാല് വയ്ക്കുന്ന ഓരോ മകൾക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയും അമ്മയും കൂടെ നിന്ന് നമ്മുടെ ഓരോ കാര്യങ്ങളും നടത്തുന്നതായിട്ടാണ് ഓരോ സാക്ഷ്യത്തിലും നമ്മൾ കേൾക്കുന്നത്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകാനും നിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തുവാനുമായിട്ടാണ് ഇവിടെ ഒരു ദൈവവും ഇവിടെ ഒരു അമ്മയും നമുക്കായി കാത്തിരിക്കുന്നത്. നമുക്കും പ്രത്യാശയോടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഈശോയുടെ അമ്മയുടെയും മടിയിൽ നിരത്തി വെച്ചുകൊണ്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉടമ്പടിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ നയിക്കുവാനും ഈശോയും അമ്മയും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച സൗഖ്യത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവെ നന്ദി, യേശുവെ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.